ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമ്മളുടെ കോസ്റ്റ് ഓഡിറ്റ് തുടങ്ങിയ ഒരു സമയം തൊട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോസ്റ്റ് ഓഡിറ്റ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സ്കോപ്പ് എന്തൊക്കെയാണ്. ആക്ച്വലി അത് തന്നെയാണല്ലോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ, ആ സ്റ്റഡി മെറ്റീരിയലിലുള്ള ആ ഒരു പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ലൈക്ക് പ്രൊഡക്റ്റ് എഫിഷ്യൻസി, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അക്യുറേറ്റ് ഡാറ്റ, സെയിം പോയിന്റുകളൊക്കെ തന്നെ. ഇൻവെന്ററിയുടെ കറക്റ്റ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെ, ബഡ്ജറ്ററി കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പാരിസൺ, ആക്ച്വലും നമ്മളുടെ ആക്ച്വൽ ഡാറ്റ് പെർഫോമൻസും നമ്മുടെ ബഡ്ജറ്റ് പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്, നമ്മളെ കോസ്റ്റ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച ടോപ്പിക്കുകളുടെ അതേ കണ്ടന്റ് തന്നെ, പക്ഷെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഒരു റീഡിങ്സ് തന്നെ, ആ ഒരു ടോപ്പിക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ പറയുന്നത് ആ പോയിന്റ് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടി കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബൈ ഹാർട്ട് കൂടി പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നോട്ട്സിൽ ഓൾറെഡി ആ ടോപ്പിക് കൊടുക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോസ്റ്റ് ഓഡിറ്റ്. നമുക്കത് റിവിഷന് ഇത് കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാം വട്ടം നമ്മൾ പഠിക്കുമ്പോൾ ഇതെടുക്കാം. ആദ്യം സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് ആ ഒരു കോർ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അതൊന്ന് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. കോസ്റ്റ് ഓഡിറ്റ് ഹാസ് ബോത്ത് ജനറൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. കാരണം സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ ഓഡിറ്റ് പോലെയല്ല. ഈ ഒരു കോസ്റ്റ് ഓഡിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ട് കോസ്റ്റ് ഓഡിറ്റ് വന്നു എന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ രാജ്യത്തെ ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, CMA ഇൻസ്റ്റിറ്റ്യൂട്ട്, ICW 1944 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ആ ഒരു സമയത്ത് നിലനിന്ന കോൺട്രാക്റ്റുകൾ, അല്ലെങ്കിൽ വേൾഡ് വാറിന്റെ സമയത്ത് കോസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ കമ്പനികൾ എന്ത് ചെയ്തു, എക്സസീവ് ആയിട്ട് പ്രൈസ് ഓവർ എന്ത് ചെയ്തു, പ്രൈസ് ചാർജ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കസ്റ്റമേഴ്സ് പ്രൈസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൽ നിന്ന്, അതായത് ഓവർ പ്രൈസ് ചാർജ് ചെയ്ത് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. കാരണം ജസ്റ്റ് ഒരു കംപ്ലൈൻസിന് വേണ്ടി മാത്രമല്ല. ഓക്കെ, സോ ഒരു റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നത് പരമാവധി ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അതായത് ലിമിറ്റഡ് റിസോഴ്സസിനെ പരമാവധി നന്നായിട്ട് എന്ത് യൂസ് ചെയ്യുക. കാരണം റിസോഴ്സസ് ആരുടെയാണ്, സൊസൈറ്റിയുടേതാണ് അല്ലെ. ഒരു കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ, അതൊരു റിസോഴ്സ് ആണ്, ലേബർ അല്ലെ. സോ ആ ലേബർ എന്ന് പറയുന്ന ആരാണ്, സൊസൈറ്റിയാണ്. അപ്പൊ അവരുടെ സമയത്തിനും അവരുടെ അധ്വാനത്തിനൊക്കെ എന്തിന്റെ വിലയുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം, പരമാവധി ഒപ്റ്റിമം നല്ല രീതിയിൽ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഓൾ റിസോഴ്സസ് ആർ ബിലോങ്സ് ടു എന്താണ്, സൊസൈറ്റിയാണ്. അപ്പൊ ആ സൊസൈറ്റിക്ക് അവകാശപ്പെടല, സൊസൈറ്റിയുടെ റിസോഴ്സ് നമ്മൾ എന്തിനും പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതിന്റെ ഒപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്, പ്രോഫിറ്റ് എടുക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രോഫിറ്റ് ഒക്കെ എടുത്തു, പക്ഷെ ഇറ്റ് ഷുഡ് ബി റീസണബിൾ ആയിരിക്കണം. എക്സസീവ് പ്രൈസ് എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസുകളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഏത് വന്നത്, കോസ്റ്റ് ഓഡിറ്റ് വന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. രണ്ട് ടൈപ്പിലുണ്ട്, ഒരു ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പ്ലസ് സൊസൈറ്റി പോയിന്റ് ഓഫ് വ്യൂലുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. ഒരു എക്സാമിന് ഡയറക്റ്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് മാത്രം ചോദിച്ചിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇത് അത്യാവശ്യം ഒരുപാട് പോയിന്റ് ഉള്ളതാണ്. അപ്പൊ എല്ലാ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒരു 7 പോയിന്റ് 8 പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതിന് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. സോ ജനറൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കോസ്റ്റ് ഓഡിറ്റിന്റെ, അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ദെൻ അത് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, കറക്റ്റ് കോസ്റ്റ് അല്ലെ, കോസ്റ്റ് ഇൻഫർമേഷൻ, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെ. സോ നോക്കുക, വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട് വിത്ത് എ വ്യൂ ടു അസർടൈൻ ദാറ്റ് ദിസ് ഹാവ് ബീൻ പ്രോപ്പർലി എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻഡ് ആൻഡ് കമ്പൈൻഡ് അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ ദ എന്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ എന്നിട്ട് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം മീൻസ് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്ലാൻ. കാരണം ജസ്റ്റ് വരുന്ന കോസ്റ്റുകൾ എങ്ങനെയെങ്കിലും അക്കൗണ്ട് ചെയ്യലല്ല, ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഓരോ എക്സ്പെൻസുകളും എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, അതിനെങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അതിന്റെ ഫുൾ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് തന്നെയല്ലേ. അപ്പോൾ അത് ഓർഗനൈസേഷൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. നോർമലി നമ്മുടെ രാജ്യത്ത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബോർഡ്,
ഓക്കെ. സോ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന CASB എന്ന് പറയും, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇപ്പോൾ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ടായിരിക്കും, ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അതേപോലെ തന്നെ നമുക്ക് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ എന്തുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എല്ലാവർക്കും, എല്ലാ ഓർഗനൈസേഷൻസ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ അവർ ഫോളോ ചെയ്യേണ്ട കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പൊ അതിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ഡിഫറൻസസ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്ഥാപനവും അവരുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്തിനാവും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കോസ്റ്റ് ഓഡിറ്റ് എന്താണ് നോക്കുന്നത്, ഫസ്റ്റ് കോസ്റ്റ് ഓഡിറ്റ് നോക്കുന്നത് വെദർ ഈ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണോ ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കോസ്റ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, വെദർ ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ ദ എന്റർപ്രൈസ്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്നാണ് വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് അല്ലെ. സോ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. എന്ത് ഒബ്ജക്റ്റീവിൽ, അല്ലെങ്കിൽ വിത്ത് എ വ്യൂ ടു എൻഷുർ ദാറ്റ് they are properly maintained and compiled in accordance with the cost accounting system followed by the enterprise. Okay, first point, verification of the cost accounts, okay, whether they are in accordance with the cost accounting system. And ensuring that prescribed procedures of the cost accounting records and rules are duly added അല്ലെ. ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയുള്ളത്. കാരണം there are prescribed procedures അല്ലെ. സോ മുൻകൂട്ടി പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ ഇപ്പൊ അബ്നോർമൽ കോസ്റ്റുകൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം. ഓക്കെ. സോ ഐഡൽ ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ. സോ വേസ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ എന്ത് ചെയ്യണം, കോസ്റ്റിൽ കാണിക്കണം എന്നുള്ള അത് നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് വെദർ ദേ ആർ ഇങ്ങനെയുള്ള ആ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സിന് അനുസരിച്ചാണോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ എൻഷുറിംഗ് ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ റൂൾസ് നമ്മൾ പറഞ്ഞല്ലോ, അത് കറക്റ്റ് ആയിട്ട് എന്തിനാ ഏതർ ചെയ്തിട്ടുണ്ട്, അതായത് അത് പാലിച്ചിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. ഓക്കെ. സോ എൻഷുറിംഗ് ദാറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് റൂൾസ് ആർ ഡ്യൂലി adhered to, that is whether they are complied with. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് വരുന്നത് വളരെ സിമ്പിൾ ആണ്. സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്കറിയാം എനി എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് അല്ലെ. സോ കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് മാനേജ്മെന്റ്. ഓക്കെ. സോ കമ്പനി ആരാണ്, കമ്പനിയുടെ ഓണർഷിപ്പ്. ഓക്കെ. സോ ആക്ച്വലി ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് കമ്പനിയുടെ കയ്യിലാണെങ്കിലും പക്ഷെ അത് മാനേജ് ചെയ്യുന്നത് ആരാണ്, ഡയറക്ടേഴ്സ് ആണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ. സോ അവരുടെ നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ദേ ഷുഡ് വർക്കിന് ഒരു ഫെയർ ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം അല്ലെ. കാരണം എല്ലാ റിസോഴ്സുകളും ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്, അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ കയ്യിലാണ് കമ്പനിയുടെ ഫുൾ ഭരണം ഇരിക്കുന്നത്. അപ്പൊ അവർ വിചാരിച്ചാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവര് ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സും മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവര് ഫെയർ ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, റിസോഴ്സസ് ഒക്കെ എന്തിനും പ്രോപ്പർ ആയിട്ട് എന്തിനും യൂസ് ചെയ്യണം. ഓൾ ഡിസിഷൻസ് ആരുടെ ബെനിഫിറ്റ് വേണ്ടിയിട്ട്, ഷെയർ ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റ് വേണ്ടി എടുക്കണം എന്നാണ് അല്ലെ. പക്ഷെ പലപ്പോഴും ഈ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ മാനേജ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പലപ്പോഴും എന്താവാ, നമ്മൾ പറയും കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ. സോ പലപ്പോഴും കമ്പനികളുടെ മാനേജ്മെന്റ് തന്നെയാണ് പലപ്പോഴും എന്ത് ചെയ്യാറ്, ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പൊ വൺസ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ അകത്തുള്ള ഈ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് അതെന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏർലി ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ അത് ഭാവിയിൽ അത് പ്രിവെന്റ് ചെയ്യാനും എന്ത് ചെയ്യും, കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് ഡിറ്റക്ഷൻ ഓഫ് ദി എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഓക്കെ അല്ലേ. ആദ്യത്തെ രണ്ട് പോയിന്റ് സെയിം തന്നെയാണ്. വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട്സ് വെദർ ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ ദി എന്റർപ്രൈസ്. രണ്ടാമത്തത് എൻഷുർ ദാറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈ ചെയ്തിട്ടുണ്ട്. മൂന്ന് ഡിറ്റക്ഷൻ ഓഫ് ദി എറേഴ്സ് ആൻഡ് ഫ്രോഡ്. നാല് verification of the cost of each cost unit and cost center to ensure that this have been properly ascertained. Okay. കാരണം കോസ്റ്റ് ഓഡിറ്റിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം അല്ലെ. കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, ഫ്യൂച്ചറിൽ കോസ്റ്റ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഓൾവേസ് ട്രൈ ഫോർ ദി ഇംപ്രൂവ്മെന്റ്. ഓക്കെ. സോ കോസ്റ്റ് കുറക്കാനായിട്ട് എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് യൂണിറ്റ്, എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അല്ലെ, ഒരു കാറിന് എത്ര കോസ്റ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് കാറാണ് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. ഒരു കാറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു സിമെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു ബാഗിന്റെ ഒരു ബാഗ് സിമെന്റിന്
എത്രയാണ് കോസ്റ്റ് വരുന്നത്. ഇനി ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കിലോഗ്രാമിലാണെങ്കിൽ ഒരു കിലോഗ്രാം, ഇപ്പൊ സ്റ്റീലൊക്കെ ആണെങ്കിൽ ഒരു ടണ്ണിന് എത്രയാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ട് അല്ലെ. എന്താണ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റിന്റെ എന്തിനാണോ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, എന്തിന്റെ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോർമലി, അതാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ എവിടെ ആരാണോ ഒരു കോസ്റ്റ് വരാൻ റെസ്പോൺസിബിലിറ്റി ആരാണോ, ഓക്കെ, എന്തിനെ കൊണ്ടാണോ ഒരു കോസ്റ്റ് വരുന്നത്, അതാണ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. സോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് വരുന്നുണ്ട്, ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ കാരണം അവരുടെ ആക്ടിവിറ്റീസ് അവര് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പല ഓപ്പറേഷൻസ്, പല ആക്ടിവിറ്റീസ് കാര്യങ്ങൾ വരുമ്പോൾ അവിടെ എന്തുണ്ട്, കോസ്റ്റ്. അപ്പൊ അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി സെന്റർ അവരാണ്. ഓക്കെ, ദെൻ HR ഡിപ്പാർട്ട്മെന്റ്, ദർ ഈസ് എംപ്ലോയീസിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് HR ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഓർഗനൈസേഷന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി അവരുടെ കോസ്റ്റ്, ആ ഡിപ്പാർട്ട്മെന്റ് വരുന്ന കോസ്റ്റ് അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതിൽ എക്സസ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അൺനെസസറി എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കോസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കണം? ആക്ച്വലി ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോസ്റ്റ് സെന്റർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ആര് മുഖാന്തരാണോ അല്ലെങ്കിൽ ആരിലൂടെയാണ് ആ കോസ്റ്റ് വരുന്നത്, അതിനാണ് നമ്മൾ ആ കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. നോർമലി അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ, ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട്. അതിപ്പോ ഈവൻ ഒരു പേഴ്സൺ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വേണമെങ്കിൽ എന്തായിരിക്കാം, ഒരു കോസ്റ്റ് സെന്റർ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കോസ്റ്റ് അദ്ദേഹത്തിന് നമ്മൾ എന്തായിട്ട് മാറ്റും, ഒരു കോസ്റ്റ് സെന്റർ ആയിട്ട്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് മാനേജർ എന്നുള്ള വ്യക്തി, ഓക്കെ, അദ്ദേഹത്തിന് നമുക്കൊരു കോസ്റ്റ്, കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ മുകളിലൂടെ നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. കാരണം ആ ഇതിൽ വന്നുള്ള എല്ലാ എക്സ്പെൻസിന്റെയും ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആ പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് കോസ്റ്റ് തൊട്ട് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. സോ മെറ്റീരിയൽ, ലേബർ, ഒക്കെ, ഓവർ ഹെഡ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് യൂണിറ്റിന്റെ കോസ്റ്റും അതുപോലെ തന്നെ ഓരോ കോസ്റ്റ് സെന്ററിന്റെ കോസ്റ്റും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി അവർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ 4ാമത്തെ പോയിന്റ്, വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ ടു എൻഷുർ ദാറ്റ് ദിസ് ഹാവ് ബീൻ പ്രോപ്പർലി അസർടൈൻഡ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ പഠിച്ചതാണ്. സോ കാരണം ഇൻവെന്ററി വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇൻവെന്ററിയിൽ ഒന്ന് AS2 പ്രകാരം വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി എങ്ങനെ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ അല്ലെ. അപ്പൊ ആ രീതിയിൽ ചെയ്യണം. 2, ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മളെ പ്രോഫിറ്റിനെ തീരുമാനിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എക്സസ് ആയിട്ട് എന്ത് ചെയ്ത് വാല്യൂ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരാം, നമ്മളെ സെയിൽസിന്റെ തൊട്ട് താഴെയാണ് വരാം അല്ലെ. അപ്പൊ സെയിൽസിന്റെ തൊട്ട് താഴെ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്ന എമൗണ്ട് കൂടുതലായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് ആൻഡ് P&L ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ കമ്പനി കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ്, ഓക്കെ, ഒരു പ്രോപ്പർ കോസ്റ്റ് ഒക്കെ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് എന്തായിരിക്കും, പ്രോപ്പർ ആവില്ല, കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും അക്കൗണ്ട്സ് എന്താവും, മിസ്ലീഡിങ് ആയി പോകും. മറ്റ് പ്രശ്നങ്ങളിലേക്ക് ടാക്സേഷനിലൊക്കെ എന്ത് ചെയ്യും, എഫക്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, ദെർഫോർ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ദ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പലപ്പോഴും ഈ ഗവൺമെന്റ് ലെവലിൽ വരുന്ന പല ഗുഡ്സ് ആൻഡ് സർവീസസിനും പലപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, സീലിംഗ് പ്രൈസ്, ഫ്ലോർ പ്രൈസ് ഒക്കെ നമ്മൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് താങ്ങുവില, അതുപോലെ തന്നെ ഒരു മാക്സിമം പ്രൈസ് ഒക്കെ ഉണ്ടായി. ലൈക്ക് ഇപ്പോ കോവിഡിന്റെ സമയങ്ങളിലൊക്കെ സാനിറ്റൈസർ, ഓക്കെ, സോ സാനിറ്റൈസറിനൊക്കെ മാക്സിമം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര രൂപ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിന്റെ അകത്ത് വരാൻ പാടുള്ളൂ. ഓക്കെ, ചില മെഡിസിൻസ് കാര്യങ്ങൾ അതിനൊക്കെ എന്തിന്റെ ഒരു പ്രൈസ് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രൈസ് കൂടാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്, അതായത് അപ്പൊ ആ കോസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ അല്ലെ, സ്വാഭാവികമായിട്ട് കമ്പനികളോട് ഒരു 500 രൂപ മുടക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഗവൺമെന്റ് നിർബന്ധിച്ച് പറയണ, നിങ്ങൾ 500 രൂപക്ക് ഉണ്ടാക്കിയിട്ട് 300 രൂപക്ക് വിൽക്കാൻ പറഞ്ഞാല് അതൊരു ഫെയർ ആണോ? അല്ല.
അത് ആ കമ്പനികളോട് ചെയ്യുന്ന ഒരു അൺഫെയർ ആണ്. നമ്മളെപ്പോഴും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആ കമ്പനികൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യണം. കാരണം അവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവരും ജസ്റ്റ് എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു നഷ്ടത്തിന് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫെയർ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അലൗ ചെയ്യാം. ഈ ഫെയർ പ്രോഫിറ്റ് അറിയണമെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ ഒരു ഫെയർ പ്രോഫിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമ്മൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി കറക്റ്റ് ആയിട്ട് എന്ത് വേണം, കോസ്റ്റ് ഡാറ്റ നമുക്ക് വേണം. എന്നാൽ മാത്രമേ ആ കോസ്റ്റ് ഡാറ്റ പ്ലസ് ഒരു റീസണബിൾ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഒരു സീലിംഗ് പ്രൈസ് തീരുമാനിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ സെല്ലിംഗ് പ്രൈസിന്റെ താഴെ പോവാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ട് പ്രൈസ്, ഒരു താങ്ങുവില, ഫ്ലോർ പ്രൈസ് നമുക്ക് നിശ്ചയിക്കാനും പറ്റുള്ളൂ. അപ്പോൾ മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണമെങ്കിൽ പ്രോപ്പർ കോസ്റ്റ് ഡാറ്റ നമുക്ക് വേണം. സോ ഫെസിലിറ്റേറ്റിംഗ് ദ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് ഗവൺമെന്റ് സെക്ടറിലാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ കമ്പനികൾക്ക് അവിടെ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനായിട്ട് അല്ലെ, നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താണ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫോർ ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ്. ഇനി പീരിയോഡിക്കൽ റീകൺസിലിയേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. നോർമലി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റീകൺസിലിയേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ബാങ്ക് റീകൺസിലിയേഷൻ ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പാസ്ബുക്കിലെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസും തമ്മിൽ മാച്ചിങ് ആക്കുന്ന, ടാലി ആക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ലൈക്ക് ദാറ്റ് ഇവിടെയും നമുക്ക് അക്കൗണ്ട്സ് നോർമലി രണ്ട് അക്കൗണ്ട്സിന്, കോസ്റ്റ് അക്കൗണ്ടും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും. കാരണം ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പല ഇൻകം ആൻഡ് എക്സ്പെൻസസ്, പല ഇൻകം ആൻഡ് എക്സ്പെൻസസ് പലപ്പോഴും എവിടെ വരുന്നില്ല, കോസ്റ്റ് അക്കൗണ്ടിൽ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. കാരണം ഒരു ഫിനാൻസ് എക്സ്പെൻഡിച്ചർ ആണ്, ഒരു ഫണ്ടിന്റെ. പക്ഷെ ഒരിക്കലും കോസ്റ്റിംഗിൽ അതൊരു പ്രൊഡക്റ്റിനായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് അല്ല. നമ്മളെ ഫണ്ടിന് അല്ലെങ്കിൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സും നമ്മൾ കൊടുത്ത ചാർജസ്, ഇൻട്രസ്റ്റുകൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിനായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. അപ്പൊ അത് പലപ്പോഴും കോസ്റ്റിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ എന്തുണ്ടാവുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഇൻകം സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഡിവിഡൻഡ് റിസീവ്ഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, FD ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ ഇൻകം സൈഡിൽ നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ. നേരെ മറിച്ച് കോസ്റ്റിംഗിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഡിവിഡൻഡ് റിസീവ്ഡ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റിംഗിൽ പ്രൊഡക്റ്റിന്റെ ഇൻകം ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക. അപ്പൊ നോർമലി അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇനി പലപ്പോഴും നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓരോ ആയിട്ട് ട്രീറ്റ്മെന്റ് വരുന്നത് അല്ലെ. ചിലപ്പോൾ പലപ്പോഴും ഒരു എക്സ്പെൻസിൽ ഇപ്പോൾ ഫോർ ദ പീരീഡ് ഓഫ് 5 years അല്ലെ, ഡെഫേർഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ആയിട്ട് 1/5, ഇപ്പൊ ഒരു 5 lakhs rupeesന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലപ്പോൾ 1 lakh rupees ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാറ്, ഫസ്റ്റ് ഇയറിൽ P&L ഡെബിറ്റ് ചെയ്യുക, സെക്കൻഡ് ഇയറിൽ 1 lakh, അങ്ങനെ നമ്മൾ ഡെഫേർഡ് മെത്തേഡിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ആ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യാറ്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ ഒരു രീതി ചിലപ്പോൾ എവിടെ ഉണ്ടാവണമെന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ബിക്കോസ് ഓഫ് ദിസ് മാറ്റേഴ്സ് എന്തുണ്ടായിരിക്കും, ദർ വിൽ ബി സം ഡിഫറൻസ്. ഏതൊക്കെ തമ്മിൽ, പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് എന്തായിരിക്കും സെയിം ആവണമെന്നില്ല അല്ലെ. സോ നോർമലി സെയിം ആവൂല. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, റീകൺസീൽ ചെയ്ത് നമ്മൾ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി പ്രോപ്പർ കോസ്റ്റ് ഇൻഫർമേഷൻ വേണം. അപ്പൊ കോസ്റ്റിങ്ങിലുള്ള ചില കോസ്റ്റിങ്ങിൽ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ചില കോസ്റ്റ് ഐറ്റംസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണമെന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ചില കാര്യങ്ങൾ എവിടെ ഉണ്ടാവണമെന്നില്ല, കോസ്റ്റിംഗും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഈ കമ്പാരിസണും റീകൺസിലിയേഷനും വേണ്ടി നമുക്ക് എന്ത് വേണം, പ്രോപ്പർ കോസ്റ്റ് റെക്കോർഡ്സ് മസ്റ്റ് ആണ്. Therefore ensure periodical reconciliation between ആരൊക്കെ തമ്മിൽ, കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. there must be proper cost records and cost audit. ഇനി ഇവിടെ കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഇൻഫർമേഷനും കൂടി ഇതിൽ വരുന്നുണ്ട്, അതിന്റെ ഒബ്ജക്റ്റീവ് കൂടിയാണ് പറയുന്നത്. അടുത്തത് എൻഷ്യൂറിംഗ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ദി എന്റർപ്രൈസ് അല്ലെ. ഓൾറെഡി പറഞ്ഞതാണ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്. ഏതൊരു സൊസൈറ്റി, ഏതൊരു രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിലും, ഏതൊരു കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിലും, ഈവൻ നമ്മളുടെ ഇൻഡിവിജ്വൽ, ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് അല്ലെ. നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. സോ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെ. ഉള്ള സമയം കൊണ്ട് പരമാവധി പഠിക്കുക. നമ്മൾ ആസ് എ സ്റ്റുഡന്റ് ഉള്ള സമയം കൊണ്ട് പരമാവധി പഠിക്കുക, അതും വേസ്റ്റേജ് കുറച്ച് എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആസ് എ സ്റ്റുഡന്റ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ കമ്പനികളുടെ റിസോഴ്സ് എന്താണ്, ലിമിറ്റഡ് ആണ്. അപ്പൊ കമ്പനിയുടെ എക്സ്പെക്ടേഷൻ, ദെയർ പ്ലാനിങ് എന്തായിരിക്കും, ഓൾവേസ്
അവര് റിസോഴ്സസ് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമം തന്നെ യൂട്ടിലൈസ് ചെയ്യണം. അത് ഏതൊക്കെ ടൈപ്പ് റിസോഴ്സ്, മോണിറ്ററി റിസോഴ്സ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ അവരുടെ ടാഞ്ചിബിൾ റിസോഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകൾ, ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ആ പ്ലാൻ ചെയ്ത രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ നമ്മളെ കോസ്റ്റ് ഇൻഫോർമേഷൻ അറിയണം. നമ്മൾ വേസ്റ്റേജുകൾ വരുന്നുണ്ടോ, ഇപ്പൊ FMCG സെക്ടറിലൊക്കെ നമുക്ക് വേസ്റ്റേജുകളുടെ ലെവൽ എത്രത്തോളം, അബ്നോർമൽ ആയിട്ടുള്ള വേസ്റ്റേജുകൾ വരുന്നുണ്ടോ, ഐഡൽ ടൈം, ലേബറിൽ ഐഡൽ ടൈം വരുന്നുണ്ടോ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ഫണ്ട് എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടോ അല്ലെ, ഇതൊക്കെ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകളാണ്. ഓക്കെ, നമ്മുടെ ഒരു മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാറ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാതെ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും നമുക്ക് ഏത് ഹെൽപ്പ് ചെയ്യും, കോസ്റ്റ് ഓഡിറ്റ്. ദെർഫോർ എൻഷുറിംഗ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദി എന്റർപ്രൈസ്. ലൈക്ക് ഇപ്പൊ ഫിസിക്കൽ മീൻസ് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ, കാരണം അവൈലബിൾ ടൈം അല്ലെ, സോ നമ്മൾ ആ ഒരു മെഷീനറിയുടെ അവൈലബിൾ ടൈം അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ഒക്കെ മുഴുവനായിട്ട് എന്തുണ്ടോ, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ. ഇനി ഡിറ്റക്ഷൻ ഓഫ് ആൻഡ് കറക്ഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ടൈം, ഓൾറെഡി ഇപ്പൊ പറഞ്ഞോളൂ അല്ലെ, കാരണം വെച്ച് കഴിഞ്ഞാല് നോർമൽ ലോസ് ഓക്കെ, അത് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട്, ഓക്കെ, സോ നമ്മുടെ ഒരു ടോളറൻസ് ലിമിറ്റിന്റെ അകത്ത് വരുന്നതാണ് നോർമലി. ഓക്കെ, ഇപ്പൊ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു നോർമൽ ടൈം ഉണ്ട്, റെസ്റ്റിന് നമുക്ക് കൊടുക്കുന്ന, ഓക്കെ, ഒരു നോർമൽ ഐഡൽ ടൈം ഉണ്ട് അല്ലെ. പക്ഷെ അബ്നോർമൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഓക്കെ, നമ്മളുടെ എന്തെങ്കിലും മാനേജ്മെന്റിലെ ഒരു മിസ്മാനേജ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ലോസുകൾ, ലൈക്ക് ഇപ്പൊ അത് മെഷീനറി ഷട്ട് ഡൗൺ ആവുന്നതാവട്ടെ, ഓക്കെ, അല്ലെങ്കിൽ മെഷീനറിയിൽ എന്തെങ്കിലും പ്രോപ്പർ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാത്തത് കൊണ്ട് മെഷീനറി ഷട്ട് ഡൗൺ ആവുക, ഡാമേജ് വരാ, റിപ്പയർ ടൈം, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ട് എന്ത് ചെയ്യുക, മെറ്റീരിയൽ എന്ത് വരാ, വേസ്റ്റേജ് വരാ, പ്രൊഡക്ഷനിൽ സ്ക്രാപ്പിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, ഡിഫക്റ്റ് പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, കൂടുതലായിട്ട് വരാ. ഇതൊക്കെ വരുന്നതാണ് മിസ്മാനേജ്മെന്റിലൂടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് എത്രത്തോളം ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ there should be proper cost records and cost audit ഉണ്ടായിരിക്കണം. Therefore detection and correction of the abnormal loss of material and time, അത് ഏത് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും, കോസ്റ്റ് ഇൻഫോർമേഷൻ ആസ് വെൽ as കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് അഡ്വൈസിങ് മാനേജ്മെന്റ് അല്ലെ. ഇത്ര നേരം പറഞ്ഞു, ഇങ്ങനെയുള്ള മാനേജ്മെന്റ് നമ്മൾ ഓൾവേസ് എക്സ്പെക്ട് ചെയ്യുന്നത് മാനേജ്മെന്റ് ഷുഡ് ബി എന്ത് ചെയ്യണം, ഫെയർ ആയിരിക്കണം. ഓക്കെ, സോ ഫെയർ ഇൻ ദെയർ ഡിസിഷൻ മേക്കിംഗ്, ഫെയർ ഇൻ ദെയർ ഓപ്പറേഷൻസ്, ട്രാൻസ്പെറന്റ് ഇൻ ദെയർ ഓപ്പറേഷൻസ്, ഓൾവേസ് സ്ട്രൈവ് ഫോർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. പക്ഷെ ഇതിങ്ങനെ തന്നെ നടക്കണമെന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇതിലെ പോരായ്മ, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലെ പോരായ്മ, അവരുടെ എക്സിക്യൂഷനിലെ പോരായ്മ, ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള, ഓക്കെ, ഭാവിയിലോട്ടുള്ള പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഏതിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അത് എടുക്കാൻ, അത്തരം ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഏത് ഡാറ്റ സഹായിക്കും, കോസ്റ്റ് ഇൻഫോർമേഷൻ, കോസ്റ്റ് ഡാറ്റ, നമുക്ക് കോസ്റ്റ് ഓഡിറ്റിന്റെ ഡാറ്റ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ പറയുന്നത് അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് ഇന്റർ യൂണിറ്റ് ആൻഡ് ഇന്റർ ഫേം കമ്പാരിസൺ ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് ആസ് റിഗാർഡ് ഏരിയാസ് വേർ പെർഫോമൻസ് കോൾസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഓക്കെ, കാരണം ആസ് എ കോസ്റ്റ് ഓഡിറ്റ് അദ്ദേഹത്തിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഡാറ്റ. ഓക്കെ, സോ ഇതേപോലെയുള്ള മറ്റ് കമ്പനികളുടെ മെറ്റീരിയൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഇത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്, ലേബർ കോസ്റ്റ് ടോട്ടലിന് ഇത്രയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഓർഗനൈസേഷനിൽ മാത്രം അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലേബർ കോസ്റ്റ് കൂടുതലാണ്. അവിടുത്തെ നോർമൽ ലോസ് 5% ഉള്ളൂ, നമ്മളുടെ നോർമൽ ലോസ് 12% ആണ്. ഓക്കെ, ഐഡൽ ടൈം ഇത്രയാണ് വരുന്നത്. ഓക്കെ, അവിടെ എംപ്ലോയീസ് ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് ടോട്ടലിന്റെ 5% ആണ്, പക്ഷെ ഇവിടെ 20% ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് അവരുടെ പ്ലാൻ, അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആസ് വെൽ ആസ് അവരുടെ ഓപ്പറേഷൻസ്, അവർ കാര്യങ്ങൾ നടത്തുന്നതിൽ വരുന്ന ചില പോരായ്മകൾ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരം ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്തരം വേരിയേഷൻസ്, അബ്നോർമൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ നാളെ അതും ഇനി മുതൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകല്ല വേണ്ടത്. അവിടെ കറക്ഷൻസ് കൊണ്ടുവരണമെങ്കിൽ പ്രോപ്പർ അഡ്വൈസ്, ഏതൊക്കെ മേഖലകളാണ് ഇംപ്രൂവ്മെന്റ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നത്, അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കമ്പാരിസൺസ് വേണമല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഫെയിം,
ഇന്റർഫെയിം കമ്പാരിസൺസ് വേണ്ടി പലപ്പോഴും ചിലപ്പോൾ ഒരു കമ്പനിയുടെ 2 ഡിവിഷൻസിൽ ഒരു ഡിവിഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ മറ്റൊരു ഡിവിഷനിൽ ഈ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ അപേക്ഷിച്ച് കോസ്റ്റ് എന്താണ് ഇവിടെ കൂടുതലാണ്, ഇവിടെ ഒരുപാട് അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വേസ്റ്റേജിൽ വരുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഒരു യൂണിറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മറ്റൊരു യൂണിറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം, ഓക്കെ, അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇനി അതല്ല, കമ്പനിയുടെ അതേപോലെയുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വോഡാഫോൺ ഐഡിയ എന്നുള്ള VI അല്ലെങ്കിൽ എയർടെൽ എന്നുള്ള കമ്പനി, ഓക്കെ, അവർ നോക്കുമ്പോൾ ജിയോ വളരെ ലോവർ കോസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എയർടെൽ എന്നുള്ള കമ്പനിക്ക് എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു കോസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്നില്ല, ഈ ഒരു കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ റീസൺസ് വരുന്നതും അനലൈസ് ചെയ്യും, എവിടെയാണോ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. Therefore, promoting advising management on the basis of the inter-unit inter-firm comparison of cost records as regards the areas where performance call for the improvement. അടുത്ത പോയിന്റ്, പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ് ത്രൂ വാരിയസ് ഓപ്പറേഷണൽ ഡിസ്ക്ലോഷേഴ്സ് ടു ദ ഡയറക്ടേഴ്സ്. ഓക്കെ, ആർക്ക്, ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പൊ പൊതുവെ നമ്മൾ ലോ ഒക്കെ പഠിക്കുമ്പോൾ, തേർഡ് ഗ്രൂപ്പിൽ ലോ പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വേർഡായിരിക്കും കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെ. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, കോർപ്പറേറ്റ് ഗവേണൻസ് ഇസ് ലൈക്ക് ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. ഒരു കമ്പനി എങ്ങനെ, ഓക്കെ, ഹൗ ദ കമ്പനി ഷുഡ് ബി മാനേജർ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിവിറ്റീസ് എങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യണം, ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി മാനേജർ ആൻഡ് കൺട്രോൾഡ്. ഓക്കെ, സോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് കാര്യങ്ങൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ, അവരാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്, അവരിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ചെയ്യുന്നത്, അവർ തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാരും. അപ്പോൾ എങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം, ദാറ്റ് ഈസ് എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് ഡയറക്റ്റ് ചെയ്യേണ്ടത്, ദെൻ അതിന്റെ എക്സിക്യൂഷൻ ടൈമിൽ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ദെൻ അതിലെ പ്രശ്നങ്ങളെ, പോരായ്മകളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. സോ ഇതിന്റെ സിസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതില് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, മാനേജ്മെന്റ് ആണ് അല്ലെ. കാരണം ഒരു കമ്പനി ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓണേഴ്സ് ആരാണ്, ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓണർഷിപ്പ് കമ്പനിയുടെ കയ്യിലാണ്, അത് മാനേജ് ചെയ്യുന്നത്, അതിന്റെ ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഷെയർ ഹോൾഡർ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, they should be transparent in their operations അല്ലെ, they should be efficient in their operations, there must be some fairness in the decision making. ഓക്കെ, അപ്പൊ ഇതൊക്കെ വേണം. ഓക്കെ, പക്ഷെ ഇതെന്താണെന്നില്ല, പ്രാക്ടിക്കലി അവർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ കോസ്റ്റ് ഡാറ്റ, ഓക്കെ, കോസ്റ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മാനേജ്മെന്റ് പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഏത് ഫെയർനെസ് അല്ലെ, അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ ദേ ആർ അക്കൗണ്ടബിൾ അല്ലെ. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഫിഡ്യൂഷറി പൊസിഷനിലാണ് അല്ലെ. സോ അൾട്ടിമേറ്റ്ലി ദേ ആർ അക്കൗണ്ടബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ആര് അക്കൗണ്ടബിൾ ആണ്, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആണ്. കാരണം എൻറ്റയർ റിസോഴ്സസിനെ അതിനെ ഡിസൈഡ് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ തന്നെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അവരെന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആണ്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങും അവരുടെ ആക്ടിവിറ്റീസും എല്ലാം എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം. ഓക്കെ, എഫിഷ്യന്റ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഫൈനലി ദേ ഷുഡ് ബി അക്കൗണ്ടബിൾ. ഓക്കെ, therefore promoting corporate governance through various operational disclosures to the directors. കാരണം വൺസ് കോസ്റ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയാൻ പറ്റും നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഡിസിഷനിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, ഈ റിസോഴ്സ് യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആയിരുന്നില്ല, അവിടെ ഇൻഎഫിഷ്യൻസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. therefore നമുക്കൊരു ചില ഡിസ്ക്ലോഷേഴ്സ്, ചില കാര്യങ്ങൾ അവർ ഇൻഫോം ചെയ്തിട്ട് ഭാവിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട്, അതായത് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് കമ്പനിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതാണ് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഗവേണൻസ് ത്രൂ വാരിയസ് ഓപ്പറേഷണൽ ഡിസ്ക്ലോഷേഴ്സ് ടു ദ ഡയറക്ടേഴ്സ്. ലാസ്റ്റ് പോയിന്റ്, ഹെൽപ്പിംഗ് ദ എൻറ്റിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി അല്ലെ. ടാക്സേഷനിൽ നമ്മൾ GST കസ്റ്റംസിൽ പഠിച്ചിട്ടുണ്ട് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. അപ്പോൾ വിദേശ രാജ്യത്തെ കമ്പനികൾ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, സെയിം പ്രൊഡക്റ്റ് ഇന്ത്യയിലെ സെല്ലിംഗ് പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിൽ വിദേശ രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡംപ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രാജ്യം
ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആന്റി ഡംപിങ് ഡ്യൂട്ടി ഒക്കെ നിന്നിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ അതൊരു തോന്നിയൊരു എമൗണ്ട്, ഏതെങ്കിലും ഒരു എമൗണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇമ്പോസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് റീസണബിൾ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. അതർവൈസ് ഇന്ത്യൻ ഫേംസ് ഇൻഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇപ്പോ ചൈനയിലത്തെ കമ്പനികൾ എഫിഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് എഫിഷ്യൻസി, അവർക്ക് നല്ല എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഓക്കെ അവരെന്തിന്റെ ലോവർ കോസ്റ്റിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു പ്രോഫിറ്റ് ഇട്ടിട്ട് അവരെന്തിന്റെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് സാധനങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ ആ കപ്പാസിറ്റി, അവരുടെ എഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്ത് വില കുറച്ച് കണ്ടിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വില കുറച്ച് ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, ടാക്സ് അടിക്കും. അങ്ങനെ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു ഫെയർ ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആന്റി ഡംപിങ് ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയിലത്തെ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ. ഓക്കെ, സോ ഫർണിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചൈനയിൽ നിന്ന് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ ഇന്ത്യയിലത്തെ ഒരു കമ്പനിയുടെ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ എന്ത് നോക്കണം, ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ ഇത് ലെവൽ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരും. ഓക്കെ, സോ അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതായത് വേസ്റ്റേജ് ഇല്ലാതെ ഇൻഎഫിഷ്യൻസി ഒക്കെ ഒഴിവാക്കി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരും, പ്ലസ് അതിൻ്റെ ഒരു റീസണബിൾ പ്രോഫിറ്റ് നമ്മുടെ നോക്കിയിട്ട് ഒരു പ്രൈസ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു പ്രൈസിനേക്കാൾ താഴെയുള്ള ലെവലിലാണ് ചൈനയിൽ നിന്നോട്ട് വരുന്നതെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അവർ ഡംപിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അപ്പം എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഡ്യൂട്ടി ആയിട്ട് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. അപ്പൊ ആ ഒരു ഡ്യൂട്ടി തീരുമാനിക്കാനായിട്ട്, ഓക്കെ, ആന്റി ഡംപിങ് ഡ്യൂട്ടിയുടെ എമൗണ്ട് ഫിക്സ് തീരുമാനിക്കാൻ നമുക്ക് ഇന്ത്യയിലത്തെ ആ ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ എന്ത് വേണം, കോസ്റ്റ് ഇൻഫർമേഷൻ വേണം അല്ലെ. Therefore, such cost information and cost code will helps to entity in matters of anti-dumping duty. അതുപോലെ തന്നെ വാല്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറിയില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇപ്പൊ GST വാല്യൂഷൻ നോക്കുക. കാരണം പ്രത്യേകിച്ച് ആന്റി പ്രോഫിറ്റ് ഇവർ GST എക്സാമ്പിൾ പറയുന്നത്, GSTയിൽ നമുക്കറിയാം പലപ്പോഴും ഈ വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെ. സോ വിത്തൗട്ട് കൺസിഡറേഷൻ ഉള്ള സിറ്റുവേഷൻസിലൊക്കെ വാല്യൂ സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആലോചിച്ചൊക്കെ നമ്മൾ ആദ്യം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കുക അല്ലെ, വാല്യൂ ഓഫ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ നോക്കാറ്, ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കാറ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 10% അല്ലെ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 10% നമ്മൾ എന്തായിട്ട് എടുക്കാറ്, വാല്യൂ സപ്ലൈ എടുക്കാറ്. അപ്പൊ അവിടെ നമുക്ക് ഈവൻ GST ടാക്സേഷൻ നിയമങ്ങളിൽ വാല്യൂ സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ, വാല്യൂ സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യാൻ പോലും എന്തിനെ ഒരു ഫാക്ടറായിട്ട്, ഒരു ഗൈഡിങ് ഫാക്ടറായിട്ട് എടുക്കുന്നുണ്ട്, കോസ്റ്റിങ്ങിനെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒരു ഗൈഡായിട്ട് എടുക്കുന്നുണ്ട്, ഗൈഡിങ് ഫാക്ടറായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണം, കോസ്റ്റ് ഇൻഫർമേഷൻ വേണം. ഫോർ ഇൻഡയറക്ട് ടാക്സേഷനിലെ വാല്യുവേഷന്റെ സമയങ്ങളിൽ നമുക്ക് കോസ്റ്റ് ഇൻഫർമേഷൻ വേണം. ഓൾസോ പ്രൈസ് കൺട്രോൾസ് നേരത്തെ പറഞ്ഞു, ലൈക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ്. ഓക്കെ, സോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ FMCGയിലെ പ്രൊഡക്റ്റുകൾ, ചില പ്രൊഡക്റ്റുകൾ, അതുപോലെ സ്റ്റീൽ, സിമെന്റ്. ഓക്കെ, ഇതിനൊക്കെ ഒരു അത്രയ്ക്ക് നമ്മൾ അതൊക്കെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ വരുന്നതാണ്. സിമെന്റ്, സ്റ്റീൽ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് എ പബ്ലിക് യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഓക്കെ, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഒരു പരിധിക്ക് അപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല, പ്രൈസ് എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനായിട്ട് പാടില്ല. അപ്പൊ അത്തരം പ്രൈസ് കൺട്രോൾ ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് കോസ്റ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ലാസ്റ്റ് പോയിന്റ്, ഹെൽപ്പിംഗ് ദ എൻറ്റിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് ആന്റി ഡംപിങ് ഡ്യൂട്ടി, വാല്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ഇൻഡയറക്ട് ടാക്സേഷനിൽ, അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾസിന് വേണ്ടിയിട്ട്. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയാം. ഓക്കെ, സോ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കണം. കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാണാണ്ട് പഠിച്ചേ പറ്റും. കാരണം കോൺസെപ്റ്റ് അറിഞ്ഞ് ഐഡിയ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പേപ്പറിൽ എഴുതന്നെ വേണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഏകദേശം എത്ര പോയിന്റ് നോക്കിയേ. ഓക്കെ, നമുക്ക് 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, സോ ഏകദേശം 11ഓളം പോയിന്റ് ഉണ്ട്. തൊട്ട് താഴെ ഞാനൊരു പോയിന്റ് കൊടുത്ത് നമുക്ക് നോക്കാം. സോ അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് കൊടുക്കണല്ലേ. സോ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചു. സെക്ഷൻ നമ്പർ 148 നമ്മൾ CRA 4 എന്ത് ചെയ്യുന്നുണ്ട്, വിത്തിൻ 30 days ഓഫ് റിസിപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കോസ്റ്റ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, അക്യുറേറ്റ് ഡാറ്റ, ഓക്കെ, ഒരു ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് അല്ലെ. ആസ് വെൽ ആസ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് CRA 3 ആർക്കാണ് കൊടുക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അക്യുറേറ്റ് ഇൻഫോർമേഷൻ ഇതിന്റെ കോസ്റ്റ് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നത് പ്രൊവൈഡ് അക്യുറേറ്റ് ആൻഡ് ഒതന്റിക് ഇൻഫോർമേഷൻ ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ്
central government. Okay, custody help to provide authentic and accurate and authentic information to our board of directors and സെൻട്രൽ ഗവൺമെന്റ് ഇതിന്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 12ഓളം പോയിന്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ 12 പോയിന്റും ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡറിൽ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. കാര്യങ്ങൾ എല്ലാം ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അല്ലെ. പക്ഷെ എക്സാമിന് നമുക്ക് ആ പോയിന്റ് ആയിട്ട് എഴുതിയേ പറ്റൂ. അപ്പോൾ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, സോ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം പ്രകാരം നമ്മളെ ലാംഗ്വേജിൽ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് ഇംഗ്ലീഷിൽ ഓട്ടോമാറ്റിക് എഴുതാം. ഓക്കെ, അത് തന്നെ വന്നോളും. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് പറയാം, ഓക്കെ, വെദർ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനനുസരിച്ചാണോ കാര്യങ്ങളൊക്കെ ഇതുള്ളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുള്ളത്, അല്ലെങ്കിൽ ഡാറ്റ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻ അക്കോർഡൻസ് വിത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനനുസരിച്ചാണോ. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് റൂൾസ് ഒക്കെ എന്തുണ്ടോ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ അല്ലെ. പിന്നെ ഈ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇൻവെന്ററി വാല്യുവേഷൻ, ഇൻവെന്ററി വാല്യുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ഇൻവെന്ററി നമ്മൾ സ്കോപ്പിൽ ഓൾറെഡി പറഞ്ഞതാണ്, സ്കോപ്പ് ഓഫ് കോസ്റ്റ് നോട്ടിൽ പറഞ്ഞതാണ് അല്ലെ. ഈ 4 പോയിന്റ് വളരെ സിമ്പിൾ അല്ലേ, ആദ്യത്തെ ഒരു 4 പോയിന്റ് ആയിട്ട് പറഞ്ഞത് അല്ലെ. ജസ്റ്റ് നമുക്ക് നമ്മുടെ നോട്ട്സിൽ നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഫസ്റ്റ് പോയിന്റ് നമ്മൾ വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻഫർമേഷൻ ആസ് പെർ എന്താണോ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ആണോ അല്ലെ. സോ ഫസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആസ് പെർ എന്താണോ കമ്പനിയുടെ കോസ്റ്റ് അക്കൗണ്ട് സിസ്റ്റം പ്രകാരമാണോ. സിമ്പിൾ പോയിന്റ് അല്ലേ, ഈസി ആയിട്ട് പഠിച്ചോളൂ. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞത്, whether ensuring adherence to the prescribed procedures of cost accounting records. Okay, so cost accounting record rules. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടോ, ഫോളോ ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. അത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ഇത് മൂന്നാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, സോ അത് അലൈൻമെന്റ് ഇങ്ങനെ വന്നതാണ്. സോ മൂന്നാമത്തത് ഡിറ്റക്ടിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. മൂന്നാമത്തെ പോയിന്റ് ഡിറ്റക്ടിങ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഓക്കെ, ഇനി 4 വേണമെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ അല്ലെങ്കിൽ അക്യുറേറ്റ് വാല്യൂ ഓഫ് ഇൻവെന്ററി. ഓക്കെ, സോ ഡിറ്റർമിൻ ദ അക്യുറേറ്റ് വാല്യൂ ഓഫ് ദി ഇൻവെന്ററി. സോ ഇൻവെന്ററി വാല്യുവേഷൻ ഹെൽപ്പ്. അപ്പൊ 4 പോയിന്റ് സിമ്പിൾ അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അടുത്ത 5ാമത്തെ പോയിന്റ് കോസ്റ്റ് കാൽക്കുലേഷൻ. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ദി കോസ്റ്റ് യൂണിറ്റ് ആസ് വെൽ ആസ് ദി കോസ്റ്റ് സെന്റർ. ഓക്കെ, സോ കോസ്റ്റ് യൂണിറ്റിനെയും കോസ്റ്റ് സെന്റർ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പൊ ഓഡിറ്റ് ആകുമ്പോൾ അത് കമ്പനിയാണ് എന്ത് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. സോ അത് വെരിഫൈ ചെയ്യുന്നത് എവിടെയാണ്, ഓഡിറ്റിലാണ്. സോ വെരിഫൈങ് ദ കോസ്റ്റ് ഓഫ് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെന്റർ ടു എൻഷുർ ദ അക്യുറേറ്റ് അസർടൈൻമെന്റ്. സോ വെദർ ദേ ആർ പ്രോപ്പർലി കാൽക്കുലേറ്റഡ്. ഓക്കെ, സോ അപ്പൊ വെരിഫിക്കേഷൻ ചെയ്ത്, അപ്പൊ ഓഡിറ്റിംഗ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ 5 ഉണ്ടായി. അതുപോലെ തന്നെ അടുത്ത് പ്രൈസ് ഫിക്സേഷൻ അല്ലെ. കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്സ് ടു ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിന് 6 പോയിന്റ് ആയില്ലേ. ഓക്കെ, ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം പ്രകാരമാണോ, ഓക്കെ, അക്കൗണ്ട്സ് അതിന്റെ വെരിഫൈ ചെയ്യുക. കോസ്റ്റ് റെക്കോർഡ്സ് റൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഇൻവെന്ററി വാല്യുവേഷൻ എന്താണോ, കറക്റ്റ് ആണോ, പ്രോപ്പർ ഇൻവെന്ററി വാല്യുവേഷൻ ആണോ. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്ത് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻവെന്ററി വാല്യുവേഷൻ കറക്റ്റ് ആണോ, എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുക. അടുത്ത നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അതുപോലെ നമുക്ക് കോസ്റ്റ് സെന്റർ കോസ്റ്റ് യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അതിന്റെ കോസ്റ്റ് അസർടൈൻമെന്റ് കറക്റ്റ് അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇനി റിസോഴ്സസ് അല്ലെ, പലതരത്തിലുള്ള ഹ്യൂമൻ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, പറയുന്നത് എൻഷുറിങ് ദാറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഇനി അബ്നോർമൽ ലോസസ് ഇൻ material and time. Okay, so detecting and correcting the abnormal losses, abnormal losses. ഈ 2 പോയിന്റ് വേണമെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും, ഓക്കെ, ഡിറ്റക്ടിങ് കറക്റ്റിംഗ് അബ്നോർമൽ ലോസ്. ഇതിന് ഏകദേശം 8 പോയിന്റ് ആയി. ഓക്കെ ആണോ. ഇനി അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് അല്ലെ. സോ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ മേഖലയിലാണ് ഇംപ്രൂവ്മെന്റ്, അതെന്ത് ചെയ്യുക, മാനേജ്മെന്റ് അഡ്വൈസ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രൊമോട്ടിങ് കോർപ്പറേറ്റ് ഗവേണൻസ് ത്രൂ ദ പ്രോപ്പർ ഓപ്പറേഷണൽ ഡിസ്ക്ലോഷേഴ്സ് ആർക്ക് കൊടുത്തിട്ട്, മാനേജ്മെന്റ് കൊടുത്തിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഇനി ഇറ്റ് ഹെൽപ്പ് ദ എൻറ്റിറ്റി ഇൻ വേരിയസ് ഏരിയാസ് ലൈക്ക് അതൊക്കെ ആന്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മളുടെ GST വാല്യുവേഷൻ, ഓക്കെ, വാല്യൂ സപ്ലൈ ഒക്കെ വാല്യുവേഷൻ സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 10%, അതുപോലെ പ്രൈസ് കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പ്രൊവൈഡ് അക്യുറേറ്റ് ആൻഡ് ഒതന്റിക് ഡാറ്റ ടു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 12ഓളം പോയിന്റ് ആയി. നമുക്ക് എല്ലാം ഓർത്തു വെക്കാനായിട്ട് അത്രയ്ക്ക് എന്തല്ല എളുപ്പമല്ല, പക്ഷെ എളുപ്പത്തിലുള്ള ഒരു 8 പോയിന്റ് ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതെന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യും. പറഞ്ഞ പോലെ
സോ ഷോർട്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ബാക്കി എക്സാം എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ളത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് വരും. കാരണം നമുക്കൊരു ഓൾറെഡി ഒരു സബ്ജക്റ്റ് മുഴുവൻ പഠിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ വേർഡ്സ് ഒക്കെ പതുക്കെ വരും. അപ്പോൾ ആ കോർ വേർഡ്സ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് വെദർ ദേ ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ ദ എന്റർപ്രൈസ്. ഓക്കെ, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ റൂൾസ് എന്ത് ചെയ്തിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ. ദെൻ ഇൻവെന്ററി വാല്യൂ കറക്റ്റായിട്ട് ഓക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് പ്രൈസസിന് വേണ്ടിയിട്ട് ഓക്കെ, അതുപോലെ തന്നെ റിസോഴ്സിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്, അതുപോലെ അബ്നോർമൽ മെറ്റീരിയൽ, അതുപോലെ തന്നെ ടൈമിന്റെ വേസ്റ്റേജ് കാര്യങ്ങൾ, പിന്നെ കോസ്റ്റ് സെന്റർ കോസ്റ്റ് യൂണിറ്റിന്റെ പ്രോപ്പർ കോസ്റ്റ് അസർടൈൻമെന്റ് വേണ്ടിയിട്ട് ഓക്കെ, മാനേജ്മെന്റ് ഇതിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഏതൊക്കെ മേഖലയിൽ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് വേണം ഓക്കെ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ത് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, എൻറ്റിറ്റികളുടെ ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, GST വാല്യുവേഷൻ കാര്യങ്ങൾക്ക്, ദെൻ പ്രൊവൈഡ് ഒതന്റിക് ആൻഡ് അക്യുറേറ്റ് ഇൻഫോർമേഷൻ ടു ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതാണ് നമ്മളുടെ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ഡയറക്റ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. കാരണം ഈ സെയിം സാധനം തന്നെ അടുത്ത യൂണിറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് യൂട്ടിലിറ്റി ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അല്ലെ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്, ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും അതിന്റെ ബെനിഫിറ്റ്സ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെയിം പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാന്നുള്ള റിപ്പീറ്റ് ചെയ്ത് എഴുതാവുന്ന ടോപ്പിക്കാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ പോയിന്റുകളെ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ജനറൽ ഒബ്ജക്റ്റീവ്സ് നന്നായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ.